ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ മുന്നിലാണ്. ഇവിടെയാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇമാം ബൂസൂരിയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, പ്രത്യേകിച്ച് കേരളക്കാർക്ക്. ഖസീദത്തുൽ ബുർദ അത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, പ്രത്യേകിച്ച് പ്രഭാഷണ വേദികളിലൊക്കെ നിറയെ കേട്ടിട്ടുള്ള ഖസീദത്തുൽ ബുർദ നമുക്കറിയുന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പക്ഷാഘാതം പിടിപെട്ടു, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി. സാധ്യമായ എല്ലാ ചികിത്സകളും നടത്തി ഒരു തരത്തിലും അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചിതനാകാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്ന ഒരു കാവ്യം രചിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കാവ്യം രചിക്കുന്ന സാഹചര്യത്തിലാണ് മഹാനവറുകൾ സ്വപ്നം കാണുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബുർദ കാവ്യം ആലപിക്കാൻ പറയുന്നതും ആലപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറന്നുപോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം പരിപൂർണമായിട്ട് തടവുകയും പ്രവാചകന്റെ ഒരു പുതപ്പ് മഹാനവറുകളെ പുതപ്പിക്കുകയും ചെയ്തതായിട്ട് സ്വപ്നദർശനമുണ്ടായി. സ്വപ്നത്തിലാണ് ഇതെല്ലാം. സ്വപ്നദർശനമുണ്ടായി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ മഹാനവറുകളുടെ ആ രോഗം സുഖപ്പെടുകയാണ്. അങ്ങനെ ആ രോഗത്തിൽ നിന്നും ശമനം കിട്ടി എന്ന അർത്ഥത്തിലാണ് രോഗിച്ചാണ് ബുർദ എന്ന പേരുണ്ടായിരുന്നത്. بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما. ഖസീദത്തുൽ ബുർദയുടെ വരികൾ ഈ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് മക്ബറയുടെ അവിടെയും കുറേ വരികളുണ്ട്. അതിൻ്റെ ബാക്കി ഇതാ ഈ പള്ളിയുടെ ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചത് ഈ വരികൾ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. പടച്ചോനാണ് ചോദിക്കുന്നത്. അതാ ബല്ലിഗ് മഖാസിദന, ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരണേ. വഗ്ഫിർ ലനാ മാ മളാ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാവങ്ങളും അബദ്ധങ്ങളും.